പുഴകളും തോടുകളും വിശാലമായ വയലുകളും നിറഞ്ഞ തട്ടത്തുമല എന്ന മനോഹര ഗ്രാമം. ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പണ്ടാരോ പറഞ്ഞ 2000 ആണ്ട്. വളരെ നിഷ്കളങ്കരും സാധാരണ ജീവിതം നയിക്കുന്നവരും എന്നാൽ ഒരു കാലത്ത് വളരെ പ്രൗഢിയോടും കൂടി ജീവിച്ചിരുന്നവരുമായ കുറച്ചു വീട്ടുകാരും അവരുടെ ജോലിക്കാരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. മിക്കപ്പോഴും പകൽ സമയങ്ങളിൽ ഇവിടുത്തെ വീടുകളിൽ മുത്തശ്ശിമാരും വീട്ടുജോലിക്കാരും മാത്രമേ ഉണ്ടാകാറുള്ളൂ. വിദേശത്ത് ജോലി തേടി പോകാൻ തുടങ്ങിയത് മുതൽ ഇവിടുത്തെ മക്കളും അവരുടെ കുടുംബവുമെല്ലാം അവിടങ്ങളിൽ ജോലിയും സ്ഥിരതാമസവുമാണ്. സ്വാഭാവികമായും രാത്രികാലങ്ങളിൽ ഇവിടുത്തെ വീടുകളിൽ വയസ്സായ മുത്തശ്ശിമാരും അവർ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന സമ്പത്തും മാത്രമേ ഉണ്ടാകാറുള്ളൂ. അവർക്ക് കൂട്ടായി നീയും മോഷണം തുടങ്ങിയോടാ? ഇല്ല സർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. കള്ളം പറഞ്ഞോടാ? നിന്നെ മോടിച്ചതെങ്കി ഒരുമിച്ചല്ലേ പിടിച്ചേ? സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ സർ. തേങ്ങ പറിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ തേങ്ങ പറിക്കുകയും ചെയ്തു. കൂലിയായിട്ട് തേങ്ങ തരാമെന്നും പറഞ്ഞു. ഞാൻ ആ തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ സാർ. മറ്റൊന്നും എനിക്ക് അറിയില്ല സർ. ഏതെങ്കിലും കള്ളൻ മോഷ്ടിച്ചെന്ന് പറയോ സാറേ? ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിച്ചോളാം. നീ മുട്ടിലിരിക്കടാ. എങ്ങനെയുണ്ട് സാർ നമ്മുടെ സ്റ്റേഷൻ പരിസരമൊക്കെ? ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, ഉഷാറാക്കി എടുക്കണം. ഇതൊരു പ്രത്യേക സ്ഥലമാണ് സാറേ. അതെന്താ? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം സാർ. എന്താ ഈ നേരത്ത്? സാറന്മാരാകത്തില്ലേ? ഉണ്ട് മുതലാളി. നിന്റെ പുതിയ എസ്ഐനൊന്ന് കാണട്ടെ. അല്ല, ഗോപാല മുതലാളിയാ? സാർ, മുതലാളി നാട്ടിൽ അറിയപ്പെടുന്ന വ്യവസായിയാ. സാർ വന്നാട്ടെ. ആ, നീ ആളും തരവും നോക്കി പെരുമാറാൻ ഇതുവരെയും പഠിച്ചില്ലല്ലേ? അല്ല, നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ച്? സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഇയാൾ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് സാർ. ഞാൻ നിരപരാധിയാണ് സാർ. അല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളിച്ചിട്ട് തേങ്ങടാൻ പോയിന്നാണല്ലോ പറയുന്നത്. അല്ല, തേങ്ങയിട്ടത് എൻ്റെ പണിക്കാരനാ. ഇവനെയൊന്നും ഞാൻ എൻ്റെ പറമ്പ് കയറ്റൂല. ഇനി ഞാൻ വന്ന കാര്യം പറയാം. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണൂല. ഒരു ബിസിനസ് ആവശ്യവുമായി യാത്രയിലായിരിക്കും. ഇത് പറയാനാ ഞാൻ വന്നത്. മുതലാളി ധൈര്യമായി പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ശരി, എന്നാ ഞാൻ വരട്ടെ. ശരി മുതലാളി. എന്താ ബിസി ആകാശം നോക്കിയിരിക്കുന്നത്? സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ. ഇതാണ് ഇവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി. ഇവിടെ ആകെ ഒരു കേസേ വരാറുള്ളൂ, അത് മോഷണ. അതകത്തിരുന്നാവാലോ, ഇവിടെ ഇരുന്ന് മഞ്ഞു കൊള്ളണോ?
സാറത് കണ്ടില്ലേ? എലിവാണം പൊട്ടി. ഇവിടെ ടൗണിലുള്ളതുപോലെ ടെലിഫോണൊന്നുമില്ല. പകരം നാട്ടുകാർ സിഗ്നലിനായി എലിവാണം പൊട്ടിക്കും. അതിനർത്ഥം മോഷണം നടന്നു എന്നാ. അതാ ഇപ്പൊ കണ്ടത്. സർ, സമയം ഒട്ടും കളയണ്ട, നമുക്ക് വേഗം പോകാം. അടുത്ത എവിടെയോ കള്ളൻ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, വേഗം കേറോ. കാലിന് വയ്യ സാറേ. കേറ്. സാറേ പതുക്കെ വേഗം ഒഴിക്കടാ. ഒഴിക്കുന്നത് കണ്ടൂടറാ. പഹയാ എൻ്റെ കൂമ്പ് പാടിപ്പോ. അല്ലടോ, ഇനി അറിഞ്ഞോ? എന്ത്? നമ്മളെ കുട്ടേട്ടന്റെ കൂട് പൊളിച്ച് ആടിനെ ആരോ കൊണ്ടുപോയി എന്ന്. അത് ശരി. നന്നായിക്കന്. ഓനത് കിട്ടണോ? ഓൻ എനിക്ക് കുറെ പണി തന്നോനാ. എനക്കറിയോ ഓനാരാ മോയെ. അത് കറക്റ്റാ. ഇഞ്ചേട്ടാ ചപ്പിതാ. പടം പൊട്ടി. അങ്ങോട്ട് പോവാ. അതാ പൊട്ടി. അതാ. ദൈവമേ, അവസാനത്തെ കച്ചിത്തുരുമ്പാ, ഒന്നും മിന്നിച്ചേക്കണേ. ആ കഥക പൂട്ടണ്ട, ചാരിയാ മതി. ഓ, എന്തൊരു റൂമ്പാ. എന്തൊരു മണ്ടനാണിവൻ. വെറും പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ. ആരാ അത്? ശങ്കരൻകുട്ടിയാ? അയ്യോ എൻ്റെ കൃഷ്ണ, നീ വെളിച്ചം കളഞ്ഞല്ലോ. ആരാ അത്? ശങ്കരൻകുട്ടിയാ? ശങ്കരൻകുട്ടിയെ, നീ പോയില്ലേ? ഓ, കള്ളനാ? ആര് പറഞ്ഞു കള്ളനാന്ന്? പിന്നെ അല്ലാതെ ആരാ ഈ രാത്രി പാത്തും പതുങ്ങി? എന്നെ കള്ളാന്ന് വിളിക്കണ്ട, എനിക്കിഷ്ടല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നിന്റെ പ്രായത്തിലൊരു കുട്ടിയുള്ളതാ. ആ, ഇനി വെളിച്ചം വരുന്നൊന്നും തോന്നണില്ല.
നീ ആ ചിമ്മിനി വിളക്കൊന്ന് എടുത്തേ. എവിടെയാ? അതവിടെ വെച്ചോ. വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം ആ കൂജേനൊന്ന് ഇങ്ങെടുത്ത് തന്നേ. ഞാൻ വാദം പിടിച്ച് കിടപ്പില്ല. കുറച്ചായി, വയസ്സായില്ലേ. ദാ അവിടെ ഇരിപ്പുണ്ട്. എഴുന്നേൽക്ക്. പതുക്കെ. അതാ കുടിക്ക്. ഇതാ. നിന്റെ പേരെന്താ? പറയില്ല അല്ലേ? എന്നാ വേണ്ട, ഞാൻ നിന്നെ ശങ്കരൻകുട്ടീന്ന് വിളിക്കാം. എൻ്റെ കൊച്ചുമോൻ്റെ പേരാ. അവൻ നിന്നെപ്പോലെ തന്നെ എൻ്റെ പൈസ കേൾക്കും. ഞാൻ അവൻ്റെ അമ്മൂമ്മയല്ലേ. എന്താടാ, എന്ത് പറ്റി? ചൊറിച്ചിലാണോ? പുളിയനുറുമ്പാ. എവിടെന്ന് കിട്ടി? നിങ്ങളുടെ മരത്തിന്ന്. നീ എന്തിനാ അതിലൊക്കെ വലിഞ്ഞ് കയറിയത്? ചക്കയിടാനാ? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? ദാ അവിടെ ഒരു കുഴമ്പ് കുപ്പി ഇരിപ്പുണ്ട്. ചൊറിച്ചിലിന് നല്ലതാ, നീ തേച്ചോ. ആ, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. നല്ലോണം തേച്ചോ. അങ്ങനെ നല്ല ചൊറിച്ചിലല്ലേ? ബാക്കിയുള്ളത് എൻ്റെ കാലേ തേച്ചോ. നല്ലൊരാശ്വാസമുണ്ട്. നീ പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാണോ? എനിക്കൊരു മകളുണ്ട്, 1ാം ക്ലാസ്സിലാ. നീ പോകുമ്പോൾ ഒരു കൊത്തച്ചക്ക ഇട്ടോണ്ട് പോ, മോൾക്ക് അത് വറുത്ത് കൊടുക്കാം. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അകത്തെ മേശപ്പുറത്തേ ചോറും കോഴിക്കറിയും കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടാവും. നീ എടുത്തതും കഴിച്ചോ. ശങ്കരൻകുട്ടിക്ക് വെച്ചതാ. അവൻ വരുമ്പോഴേ പുലരും. അവിടെ ഒരു വിളക്കുണ്ടേ, അത് കത്തിച്ചോ. ഓ.
വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. എടോ ഈ വഴി തന്നെയല്ലേ? അതെ സാർ, നേരെ വിട്ടാൽ മതി. എടോ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിണ്ടാവോ കള്ളൻ? ചോന്ന പടക്കം അല്ലേ പൊട്ടിയത്, കള്ളനെ പൂട്ടി. ഓ, ചുമപ്പ് കള്ളനെ പിടിച്ചു. ഉം. ഇനി കള്ളൻ രക്ഷപ്പെട്ടാലോ നീല. ഓഹോ. അതാണ് ഇവിടുത്തെ സിഗ്നൽ. അമ്മൂമ്മ ആള് കൊള്ളാലോ. പിന്നെ ഇവിടുത്തെ അമ്മൂമ്മമാരെ ഉണ്ണിയാർച്ചകളാ. നിർത്തടാ നിർത്തടാ. എന്താടാ? എങ്ങോട്ട് നോക്കിയിട്ടാടാ വണ്ടി ഓടിക്കുന്നത്? സോറി സോറി സോറി. എന്താണത്? സോറി, കണ്ടില്ല സാർ, കണ്ടില്ല. ഓരോന്ന് കേറി വന്നോളും. എടാ ഇങ്ങോട്ടല്ലേ കള്ളനെ പൂട്ടിയത്? സാറേ കുറച്ച് നാട്ടുകാർ അങ്ങോട്ട് പോകുന്ന കണ്ട്. ഇതോ അവിടെ. ഞാൻ അവിടെ പടക്കിറക്കിയിട്ട് വരുന്ന വഴിയാ. ശരി, പോയിക്കോ പോയിക്കോ. ശരി സാർ. പുറത്തൊരുത്തനുണ്ട്, നീ വയ്ക്കോ, അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. ആ കഥക പൂട്ടണ്ട, ചാരിയാ മതി. ഓ, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. ഇത് തുറക്കുന്നില്ലടാ. പറഞ്ഞ പോലെ ഞാൻ കുറച്ച് പടകം പൊടിച്ചിട്ടുണ്ട്. പോലീസുകാരെ വലയിപ്പിക്കാൻ. വേഗം പോവാം. എന്നാ വേഗം ഇട്ടോ.
പണത്തിനും ആഡംബരത്തിനും വേണ്ടി നാടുവിട്ടു പോകേണ്ടി വരുന്ന മക്കൾ അറിയുക, വീട്ടിൽ പ്രായമായ മാതാപിതാക്കളും അവർ കാത്തു സൂക്ഷിക്കുന്ന സമ്പത്തും മാത്രമേ ഉള്ളൂ എന്നും അവർക്കത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും കാലയവനികക്കുള്ളിലേക്ക് പോകുന്നതിന് മുമ്പേ നൽകേണ്ടതാണ് പരസ്പരം കുടുംബവുമൊത്തുള്ള സ്നേഹവും സഹകരണവും എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. നാടിൻ്റെയും വീട്ടുകാരുടെയും സമാധാനവും സംരക്ഷണവും പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അവർക്ക് മികച്ച പിന്തുണയുമായി നാട്ടിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും വിചാരിച്ചാൽ കൂടി മാത്രമേ നമ്മുടെ പോലീസ് സേനയ്ക്ക് വേണ്ട വിധത്തിൽ കൃത്യനിർവഹണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്.